കൊല്ലം പൂരത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പുതിയകാവ് ക്ഷേത്രം ഉയർത്തിയ കുടമാറ്റത്തിലാണ് ഇത്തരത്തിൽ ഹെഡ് ഗവാറിന്റെ ചിത്രം ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലാണ്? എന്തായാലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊല്ലം ACയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരത്തെ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അതൊന്ന് വ്യക്തമായി നമുക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ SP, ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്, അദ്ദേഹത്തെയും ഈ അന്വേഷണം നമുക്ക് ഏൽപ്പിച്ചിട്ട് ഇത് കൃത്യമായ അതിൽ സംഭവം നടന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായിട്ടും ആരാണോ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ അവർക്കെതിരെ കൃത്യമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ചില ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ചില ഉപദേശക സമിതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൻ്റെ ശക്തമായ നിലപാടുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട്. ശാർക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില സംഘടനകൾ ഡ്രില്ല് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊടികളും തോരണങ്ങളും ഒക്കെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെയോ ജാതിമത സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മറ്റെന്തെങ്കിലും സാമ്യമുള്ള പരിപാടികളോ, അതാണ് ഏറ്റവും പ്രധാനം, സാമ്യമുള്ള ഏകവർണ്ണ കൊടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ക്ഷേത്രങ്ങളിൽ പാടില്ല, ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നുള്ള കൃത്യമായ വിധിയുണ്ട്. അതനുസരിച്ച് കൃത്യമായ സർക്കുലർ ഇവിടുന്ന് ദേവസ്വം കമ്മീഷണർ ACമാർക്കും SUമാർക്കും അയച്ചിട്ടുമുണ്ട്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങളൊന്ന് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഇതൊക്കെ വിളിച്ചു കൂട്ടുകയും കൃത്യമായ നടപടി ഉണ്ടാകണം, അങ്ങനെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായും അത് എടുത്തു മാറ്റാൻ വേണ്ടി ഉപദേശക സമിതിക്ക് കത്ത് കൊടുക്കണമെന്നും, കത്ത് അവർ തയ്യാറായില്ല എങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയച്ചാൽ മതി, ഞങ്ങൾക്ക് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോയിക്കോളാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇത് ശരിയാണ് എന്ന് വന്നാൽ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ കൃത്യമായ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പരിശോധിച്ചാലറിയാം, പല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇങ്ങനെ വർഗീയവാദികൾ അല്ലെങ്കിൽ RSS നേതാക്കൾ അങ്ങനെ ആ രീതിയിൽ അത്തരത്തിലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള തെറ്റായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഏത് തരത്തിലുള്ളൊരു ഇടപെടലായിരിക്കും ഇനി ഉണ്ടാവുക? കാരണം ഇത്ര നാൾ ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവണതയാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നത്. അത് കൂടുതലായി കാണപ്പെടുകയാണ്. പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ചില ഈ ഹിന്ദുമത പതാകയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളെക്കാൾ ഉപരിയാതെ അതിൽ കോടതി വളരെ വിജിലൻ്റായി ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയോ ജാതിമത സംഘടനകളുടെയോ കൊടികളോ തോരണങ്ങളോ അതുമായി സാമ്യമുള്ളതോ ആയ ഏകവർണ്ണ പതാകകൾ ചില ഉപദേശക സമിതികൾ ചെയ്യുന്നൊരു കാര്യം, ഉപദേശക സമിതികളുടെ കൊടിയെന്ന് പറഞ്ഞ് ഇറക്കുന്നു. അങ്ങനെ ഉപദേശക സമിതിക്ക് ഒരു കൊടിയൊന്നുമില്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉപദേശക സമിതി എന്ന് പറയുന്നത് ഉത്സവവുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുന്ന, അവരെ സഹായിക്കുവാൻ വേണ്ടി, ഉദ്യോഗസ്ഥരെ സഹായിക്കുവാൻ വേണ്ടിയുള്ള സമിതിയാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ വേറൊരു രീതിയിൽ ഉപദേശക സമിതി ചില വലിയ ഏകവർണ്ണ പതാകകൾ വെച്ചിട്ട് അതിൽ ഇന്ന ഉപദേശക സമിതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടികൾ പ്രദർശിപ്പിക്കുന്ന ഒരു സമീപനം പല ക്ഷേത്രങ്ങളും കാണുന്നുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം അങ്ങനെ ഒരു ഉപദേശക സമിതിക്ക് ഒരു കൊടിയുമില്ല. അപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ സാമ്യമുള്ളതായ കൊടികൾ പോലും ക്ഷേത്ര പരിസരത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സത്യത്തിൽ ഞങ്ങളുടെ ബോർഡുകൾ പോലും, ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ബോർഡുകൾ പോലും ക്ഷേത്രത്തിനകത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള വിധിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പരിപാടികൾ പോലും ക്ഷേത്ര പരിസരത്തിനകത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പരിപാടികൾ പോലും ക്ഷേത്രത്തിന് പുറത്തായിരിക്കണം, അത് ക്ഷേത്രത്തിനകത്ത് പാടില്ല, ആ ഫ്ലക്സുകൾ പോലും പാടില്ല എന്നുള്ള സമീപനമാണ് കോടതി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചില താല്പര്യങ്ങളുടെ പേരിൽ ക്ഷേത്രത്തിനകത്തേക്ക് ഇത്തരം കൊടികളും ഫ്ലെക്സുകളും ഒക്കെ ചിഹ്നങ്ങളും ഒക്കെ കടത്തിവിടുവാനുള്ള ചില നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും അനുവദിക്കില്ല. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പറയുന്നതല്ല, മറിച്ച് കോടതിയുടെ കൃത്യമായ വിധിയുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ബാധ്യസ്ഥമാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുടെ പേരിൽ തന്നെ ഞങ്ങളുടെ സെക്രട്ടറിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നടപ്പിലാക്കി പോയില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. അതിന് ഞങ്ങൾ അതിന് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങളുണ്ടായാൽ കൃത്യമായ നടപടികളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ഇവിടെ വിളിച്ച് ചേർത്തിരുന്നു. ആ ഓൺലൈൻ മീറ്റിങ്ങിൽ അന്ന് SDOമാരും ACമാരും ഡെപ്യൂട്ടി കമ്മീഷണർമാരും കമ്മീഷണർ ഉൾപ്പെടെയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
SDOമാരെ ചുമതലപ്പെടുത്തി, AC മാരെ ചുമതലപ്പെടുത്തി. കൂടാതെ ഞങ്ങൾക്കൊരു വിജിലൻസ് സംഘമുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ, പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നൊരു SP-യുടെ നേതൃത്വത്തിൽ, പിന്നെ 3 SI-മാരുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായൊരു വിജിലൻസ് വിങ് ഉണ്ട്. ആ വിജിലൻസ് വിങ് ഇത് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചുമതലയും അവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തേടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് SP-യെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.